പണ്ട് കായംകുളത്തുള്ള കൃഷ്ണപുരം എന്ന സ്ഥലത്ത് ഭയങ്കരിയായ ഒരു യക്ഷി വസിച്ചിരുന്നു. ഈ യക്ഷി മനുഷ്യരെ വശീകരിച്ചു കൊണ്ടുപോയി കൊന്നു കളഞ്ഞതിനു ശേഷം അവരുടെ രക്തവും മാംസവും ഭക്ഷിച്ചിരുന്നു. പുരുഷന്മാരെ മാത്രമേ അവൾ വേട്ടയാടിയിരുന്നുള്ളൂ. രാത്രികാലങ്ങളിൽ ഈ ഒരു യക്ഷി അതീവ സുന്ദരിയായ മനുഷ്യ സ്ത്രീയുടെ രൂപം ധരിച്ചുകൊണ്ട് നാട്ടുവഴികളിൽ പോയി നിൽക്കും. ആ വഴികളിലൂടെ പുരുഷന്മാർ ആരെങ്കിലും പോകുന്നത് കണ്ടാൽ അവൾ മനോഹരമായ പുഞ്ചിരിയോട് കൂടി അവരുടെ പക്കൽ ചെന്ന് മുറുക്കാൻ ഉണ്ടോയെന്ന് ചോദിക്കും. മുറുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ തന്റെ വീട്ടിലേക്ക് പോകാം എന്നും പറഞ്ഞ് അവൾ അവരെ കൂട്ടിക്കൊണ്ടുപോകും. അവളുടെ വശ്യമായ സംസാരത്തിലും പുഞ്ചിരിയിലും യുവാക്കൾ മുതൽ വൃദ്ധന്മാർ വരെ വീണുപോയിട്ടുണ്ട്. അങ്ങനെ അവളുടെ വശീകരണത്തിൽ മയങ്ങി അവളുടെയൊപ്പം പോകുന്നവർക്കൊക്കെ മരണമുറപ്പായിരുന്നു. അവൾ ആളുകളെ വശീകരിച്ച് ഒരു ഘോരവനത്തിനുള്ളിലേക്ക് കൊണ്ടുപോകും. അവിടെയെത്തുമ്പോൾ അവൾ അവളുടെ യഥാർത്ഥ രൂപം സ്വീകരിക്കും. അവളുടെ യഥാർത്ഥ രൂപം അതീവ ഭയാനകമായ ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു രൂപം കാണുന്ന ആളുകൾ അപ്പോൾ തന്നെ അവിടെ ബോധം കെട്ട് വീഴും. അങ്ങനെ ബോധം കെട്ട് വീഴുന്ന ആളുകളുടെ ശരീരം അവൾ പിച്ചി ചീന്തും. എന്നിട്ട് അവരുടെ രക്തവും മാംസവും ഭക്ഷിക്കും. ഇതുമൂലം ഈ ഒരു യക്ഷി വളരെ പ്രശസ്തയായി മാറി. അങ്ങനെ യക്ഷിയോടുള്ള ഭയം കാരണം ആളുകൾ ആരും കൃഷ്ണപുരം വഴി പോകാതെയായി. വഴിപ്പോക്കരെ ആരെയും കിട്ടാതെ ആയപ്പോൾ അവൾ ആ നാട്ടിലുള്ള ആളുകളെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. അങ്ങനെ അവളുടെ ശല്യം കാരണം അവിടെയാർക്കും പുറത്തിറങ്ങുവാൻ പറ്റാത്ത അവസ്ഥയായി. ഇത്രഞ്ഞ കായംകുളം രാജാവ് പ്രശസ്തരായ നിരവധി മാന്ത്രികന്മാരെ അവളെ തളയ്ക്കുന്നതിനു വേണ്ടി വിളിച്ചു വരുത്തി. പക്ഷേ അവരുടെയൊന്നും മന്ത്രശക്തിക്ക് അവളെ ഒന്നും തന്നെ ചെയ്യുവാൻ സാധിച്ചില്ല. അതുകൂടാതെ പല മാന്ത്രികന്മാർക്കും അവരുടെ ജീവൻ തന്നെ നഷ്ടമായി. അങ്ങനെ എന്തു ചെയ്യണമെന്നറിയാണ്ടെ വിഷമിച്ചിരുന്ന രാജാവിനോട് പാറമ്പുഴ എന്ന ദേശത്ത് മഹാമാന്ത്രികനായ ഒരു നമ്പൂതിരിയുണ്ടെന്നും അദ്ദേഹത്തിന് ഉറപ്പായും യക്ഷിയെ തളക്കുവാനായിട്ട് സാധിക്കുമെന്നും ആരോ ഒരാൾ പറഞ്ഞുകൊടുത്തു. ഇത് കേട്ട രാജാവ് ഉടനെ തന്നെ നമ്പൂതിരിയെ കായംകുളം ദേശത്തേക്ക് വിളിച്ചു വരുത്തി. രാജാവ് നമ്പൂതിരിയോട് കാര്യങ്ങൾ ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. മഹാമാന്ത്രികനായ അദ്ദേഹം കുളി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചതിനു ശേഷം കൃഷ്ണപുരത്തേക്ക് പുറപ്പെട്ടു. അങ്ങനെ കൃഷ്ണപുരത്ത് എത്തിയ നമ്പൂതിരി ഒരു വഴിപോക്കന്റെ ഭാവത്തിൽ അതുവഴി പോകവെ പതിവ് പോലെ തന്നെ അതീവ സുന്ദരിയായ മനുഷ്യസ്ത്രീയുടെ രൂപം ധരിച്ച യക്ഷി അദ്ദേഹത്തിന്റെ പക്കൽ മുറുക്കാൻ ചോദിക്കുവാനായിട്ട് എത്തി. ഉടനെ തന്നെ അദ്ദേഹം ചിരിച്ചുകൊണ്ട് അവളോട് മുറുക്കാൻ മാത്രമല്ല, എന്റെ കൂടെ വന്നാൽ നിനക്ക് വേണ്ടതൊക്കെ ഞാൻ നൽകാം എന്ന് മറുപടി പറഞ്ഞു. ഉടനെ തന്നെ നമ്പൂതിരി തന്റെ മാന്ത്രിക ശക്തിയാൽ അവളെ ബന്ധിച്ചു. എന്നിട്ട് അദ്ദേഹം അവളെയും കൊണ്ട് നേരെ വടക്കോട്ട് നടക്കുവാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ മാന്ത്രിക ബന്ധനത്തിൽ നിന്നും പുറത്തു കടക്കുവാൻ അവളെ കൊണ്ട് സാധിച്ചില്ല. മനുഷ്യസ്ത്രീയുടെ രൂപത്തിൽ തന്നെ അവൾക്ക് അദ്ദേഹത്തെ അനുഗമിക്കേണ്ടി വന്നു. അങ്ങനെ നേരം വെളുക്കുന്നതിനു മുന്നേ നമ്പൂതിരി യക്ഷിയെയും കൊണ്ട് തന്റെ ഇല്ലത്തെത്തി. ഇല്ലത്തുണ്ടായിരുന്ന ആളുകളൊക്കെ നമ്പൂതിരിയുടെ ഒപ്പം വന്ന സുന്ദരിയായ യുവതിയെ കണ്ട് അന്തം വിട്ടു നിന്നു. അവളെ നമ്പൂതിരി വേലി കഴിച്ച് കൂട്ടിക്കൊണ്ടു വന്നതായിരിക്കും എന്നവർ വിചാരിച്ചു. ഇത് മനസ്സിലാക്കിയ നമ്പൂതിരി അവൾ തന്റെ കൂടെ വന്ന അഗതിയാണെന്നും ദിവസവും കഴിക്കുവാൻ എന്തെങ്കിലും കൊടുത്താൽ അവൾ ഒരു വേലക്കാരിയായി അവിടെ നിന്നുകൊള്ളുമെന്നും അവരോടൊക്കെ പറഞ്ഞു. അതുകൂടാതെ അവളെ ഇല്ലത്തെ 4 കെട്ടിന് ഉള്ളിലേക്ക് ഒരിക്കലും പ്രവേശിപ്പിക്കരുതെന്നും നമ്പൂതിരി പറഞ്ഞു. യക്ഷി അവിടം വിട്ടു പോകുവാതിരിക്കുവാനായിട്ട് നമ്പൂതിരി അവളെ ഒരു നാരായത്തിലേക്ക് ആവാഹിച്ചു. അതിനുശേഷം 4 കെട്ടിനുള്ളിലെ നടുമുറ്റത്ത് ആ ഒരു നാരായം സ്ഥാപിച്ചു. പുതിയ വേലക്കാരിയെ 4 കെട്ടിനുള്ളിലേക്ക് ഒരിക്കലും പ്രവേശിപ്പിക്കരുതെന്ന് ഇല്ലാത്ത ഉള്ളവരോട് പറഞ്ഞതു കാരണം യക്ഷി ഒരിക്കലും അങ്ങോട്ട് പ്രവേശിക്കുകയില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചു. എന്നാൽ നമ്പൂതിരി ഇല്ലത്ത് ഇല്ലാതിരുന്ന ഒരു ദിവസം അവിടെയുണ്ടായിരുന്ന ഒരു അന്തർജനത്തിനോട് കേണപേക്ഷിച്ചുകൊണ്ട് യക്ഷി 4 കെട്ടിന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. 4 കെട്ടിനു ഉള്ളിലേക്ക് പ്രവേശിച്ച അവൾ അവിടെ നടുമുറ്റത്ത് സ്ഥാപിച്ചിരുന്ന നാരായം ഊരിയെടുത്തതിന് ശേഷം അവിടെ നിന്നും അപ്രത്യക്ഷയായി. വളരെയധികം ശക്തിശാലിയായിരുന്ന അവൾ വീണ്ടും കൃഷ്ണപുരത്തെത്തി ആളുകളെ കൊന്നൊടുക്കുവാൻ തുടങ്ങി. ഇത്രഞ്ഞ രാജാവ് വീണ്ടും വിഷമത്തിലായി. നമ്പൂതിരിക്ക് വേണ്ട വിധത്തിലുള്ള പ്രതിഫലം കൊടുക്കാത്തത് കാരണം അദ്ദേഹം യക്ഷിയെ തുറന്നു വിട്ടതായിരിക്കാം എന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന ആളുകൾ രാജാവിനോട് പറഞ്ഞു. രാജാവ് വീണ്ടും മഹാമാന്ത്രികനായ നമ്പൂതിരിയെ തന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം അദ്ദേഹത്തോട് കാര്യങ്ങൾ തിരക്കി. അങ്ങനെ നമ്പൂതിരി യഥാർത്ഥത്തിൽ നടന്ന സംഭവങ്ങൾ രാജാവിനോട് പറഞ്ഞു. നമ്പൂതിരി വീണ്ടും കൃഷ്ണപുരത്തെത്തി പൂർവാധികം ശക്തിയോട് കൂടി തന്നെ യക്ഷിയെ ബന്ധിച്ചു. എന്നിട്ട് പഴയ പോലെ തന്നെ വീണ്ടും അവളെയും കൊണ്ട് വടക്കോട്ട് നടന്നു. പക്ഷേ ഈ പ്രാവശ്യം യക്ഷിയെ നമ്പൂതിരിക്കല്ലാണ്ട് മറ്റാർക്കും കാണുവാൻ സാധിച്ചിരുന്നില്ല. യക്ഷിയുമായി ഇല്ലത്തെത്തിയ നമ്പൂതിരിയോട് ഇനി തന്നെ ദാസിയാക്കരുതെന്ന് അവൾ അപേക്ഷിച്ചു. ആരെയും ഉപദ്രവിക്കാതിരുന്നാൽ തന്റെ പരദേവതയായി യക്ഷിയെ കുടിയിരുത്താമെന്ന് നമ്പൂതിരി അവൾക്ക് വാക്ക് നൽകി. യക്ഷി അദ്ദേഹത്തിന്റെ വാക്കുകളോട് സമ്മതം മൂളി. അങ്ങനെ ചെറിയ ഒരു ശ്രീകോവിൽ പണിഞ്ഞതിനു ശേഷം ഒരു വിഗ്രഹമുണ്ടാക്കി നമ്പൂതിരി യക്ഷിയെ ആ വിഗ്രഹത്തിലേക്ക് ആവാഹിച്ചു കയറ്റിയതിനു ശേഷം ആ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു. പിന്നീടൊരിക്കലും ആ യക്ഷിയുടെ ഉപദ്രവം ആർക്കും തന്നെ ഉണ്ടായിട്ടില്ല.